പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത് നിങ്ങൾ ഇതിന്റെ തലക്കെട്ട് കണ്ടപ്പോൾ അല്പം വിചിത്രമായി ചിന്തിച്ചു കാണും. ഒരുപക്ഷെ ലോകത്തിൽ ആരും ഇതുപോലൊരു വീഡിയോ ഈ വിഷയത്തെപ്പറ്റി ഇറക്കിയിട്ടില്ല. പൗരോഹിത്യം ഉപേക്ഷിച്ചവർക്ക് വേണ്ടി, സെമിനാരി ജീവിതം ഉപേക്ഷിച്ചവർക്ക് വേണ്ടി, അഥവാ മഠജീവിതം ഉപേക്ഷിച്ചവർക്ക് പലരും അവരെ മഠം ചാടിയവർ അല്ലെങ്കിൽ കുറ്റക്കാരായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ ആ മനോഭാവം മാറ്റണം. അവരൊക്കെ അവരുടെ ദൈവവിളി മനസ്സിലാക്കാനായിട്ട് ഒരുപക്ഷെ മഠത്തിൽ പോയി, സെമിനാരിയിൽ പോയി, പക്ഷെ വൈദികരുമായി കാണും. പിന്നീടാണ് മനസ്സിലാക്കുന്നു അതല്ല വിളിയെന്ന്. അപ്പൊ കർത്താവ് കൊടുത്ത വിളി മനസ്സിലാക്കി അവർ സെമിനാരി വിട്ടു, മഠം ചാടി, അഥവാ പൗരോഹിത്യം തന്നെ ഉപേക്ഷിച്ചു, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതൊരു കുറ്റമല്ല, അത് തെറ്റല്ല. വിവാഹ ജീവിതം മോശമാണ് എന്ന് ചില കത്തോലിക്കയുടെ മനസ്സിൽ, ക്രിസ്ത്യാനികളുടെ മനസ്സിൽ കിടക്കുന്നത്. കാരണം കത്തോലിക്ക പുരോഹിത ബ്രഹ്മചാരികളാണ്. അപ്പൊ ബ്രഹ്മചാര്യമാണ് ഏറ്റവും വലിയ പുണ്യമെന്നാണ് അവിടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ കല്യാണം അല്ലെങ്കിൽ സെക്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ചീത്ത എന്ന്. നിശ്ചയമായിട്ടും അല്ല. കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കർത്താവ് സ്ഥാപിച്ച ആദ്യ ഗുരാശയം അതാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒന്നായി ജീവിക്കുവാൻ അവരെ ആശീർവദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 1:28. അപ്പോൾ അങ്ങനെയൊരു ജീവിതത്തിലേക്ക് വന്ന അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. സമൂഹം അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരെ മനസ്സിലാക്കണം. അതാണ് എനിക്ക് പറയുവാനുള്ളത്. ഇങ്ങനെ പോയവരെ നിങ്ങൾക്കും എനിക്ക് ഉപദേശം തരാനുള്ളത്, എനിക്കറിയാം ധാരാളം പ്രകാരം ഉള്ളവർ പുറത്തു വന്ന് ആ സെമിനാരി ജീവിതകാലത്ത് മഠത്തിൽ വെച്ച് കിട്ടിയ പ്രാർത്ഥനാ അനുഭവങ്ങൾ, ബലി അർപ്പിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ സമൂഹത്തിൽ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുന്നത്, ഉത്തമ കത്തോലിക്കരായി ജീവിക്കുന്നത്. ഞങ്ങളുടെ സഭയിൽ തന്നെ എനിക്കറിയാം കുര്യാക്കോസ് ആടുകുഴി എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ടായിരുന്നു. പുള്ളി പോയി, അനിയന്റെ ഭാര്യയാണ് കല്യാണം കഴിച്ചത്. വളരെ ആ ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ഇടവക്കാർക്കെല്ലാം ജീവനായിരുന്നു. എനിക്ക് നല്ല വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എന്റെ കൂടെ സെമിനാരി പഠിച്ച പോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി സെമിനാരി വിട്ടു. അതിനുശേഷം കല്യാണം കഴിച്ചു. മക്കളിന്ന് മഠത്തിലുണ്ട്, അച്ഛൻ സെമിനാരി പഠിക്കുന്നു. പ്രിയമുള്ള ഇങ്ങനെയൊക്കെയുള്ള പല ഉദാഹരണങ്ങൾ എന്റെ മനസ്സിൽ ഉണ്ട്. അങ്ങനെയുള്ള പലരും എനിക്കറിയാം. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. അവർക്ക് സെമിനാരിയിൽ വെച്ച് കിട്ടിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ഗ്രൂപ്പിന് പങ്കുവെച്ചു കൊടുക്കുന്നു. കോട്ടയത്ത് തന്നെയുള്ളത് എനിക്കറിയാം. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റ് തന്നെ ഗ്രൂപ്പ് ലീഡറായിട്ട് പ്രവർത്തിക്കുന്ന എനിക്കറിയാം. പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. ഇങ്ങനെ ഒരു മാതൃകപരമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കിട വരണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇനി അവിടെ കുറ്റബോധങ്ങൾ മനസ്സിൽ വെക്കരുത്. ഞാൻ സെമിനാരി വിട്ടല്ലോ, പൗരോഹിത്യം വിട്ടല്ലോ. ഞാൻ ചില എക്സ് പ്രീസ്റ്റ് എക്സ് നൺസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ ഭർത്താവ് ഭാര്യ എപ്പോഴും പറയും, നീ കാരണം ഞാൻ അൾത്താര വിട്ടു, നീ കാരണം ഞാൻ സെമിനാരി വിട്ടു, നീ കാരണം ഞാൻ മഠം ചാടി എന്ന് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അസമാധാനമായിട്ട് ജീവിക്കുന്നത് അതൊരിക്കലും പാടില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ പ്രേമിച്ചു തന്നെയാണ് കെട്ടിയത്, പാടില്ല കുറ്റപ്പെടുത്തൽ. അതുപോലെ കുറ്റബോധം പാടില്ല. ഒരുപക്ഷെ നിങ്ങൾ കുമ്പസാരിച്ചില്ലെങ്കിൽ നല്ലൊരു കുമ്പസാരം, ഒരു ജനറൽ കൺഫെഷൻ നടത്തും. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആളുമായിട്ട് പ്രേമത്തിലായി പാപമൊക്കെ ചെയ്തു കാണും. ഏറ്റുപറയൂ. കർത്താവ് കാരുണ്യവാനാണ്, നമുക്കറിയാം. ഏറ്റുപറഞ്ഞ് അനുഭവിക്കുന്ന പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുമെന്നറിയാം. എന്നിട്ട് ഹൃദയത്തിൽ, മനസ്സാക്ഷിയിൽ ആ വിശുദ്ധ ജീവിതം കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക. നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഒരു വിഷയം, നിങ്ങൾ സെമിനാരിൽ പോയപ്പോൾ അല്ലെങ്കിൽ മഠത്തിൽ പോയപ്പോൾ ആഗ്രഹിച്ചതൊരു പുണ്യവതിയാകാനാണ്. ഇനി ആരാണ് പുണ്യവാനും പുണ്യവതിയും? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർ. ഹല്ലേലൂയ. ഈ ഐക്യം നിങ്ങൾക്ക് സെമിനാരിക്ക് പുറത്തും പൗരോഹിത്യത്തിന് പുറത്തും നേടിയെടുക്കാൻ കഴിയും, നേടിയെടുക്കണം. അതാണ് ഇവിടെ എനിക്ക് ഒരു ന്യൂനപക്ഷത്തോട് പറയാനുള്ളത്. ചിലർക്ക് എനിക്കറിയാം, ഇങ്ങനെ മഠം ചാടിയവര്, അല്ലെങ്കിൽ സെമിനാരി ചാടിയവര്, അല്ലെങ്കിൽ പൗരോഹിത്യം ഉപേക്ഷിച്ചവർ സഭയ്ക്കെതിരായും സഭാ നേതൃത്വത്തിനെതിരായിട്ടും നിൽക്കുന്നതും സംസാരിക്കുന്നതും
അവർ എഴുതുന്നത് തൂലിക ചലിപ്പിക്കുന്നതും എല്ലാമല്ല. അത് കർത്താവിന് ഇഷ്ടപ്പെട്ടത് അല്ല. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ വേദന ഉണ്ടായി കാണും സെമിനാരി പരിശീലന കാലത്ത്, അല്ലെങ്കിൽ വൈദികരായിട്ട് മെത്രാന്മാരും അച്ഛന്മാരുമായിട്ടൊക്കെ ജീവിച്ചപ്പോൾ ഏറെ ഉരസലുകൾ ഉണ്ടായി കാണും. എങ്കിൽ അവരോട് ക്ഷമിക്കുക. അത് ഞാൻ വിവാഹ ജീവിതം കഴിക്കുന്ന എല്ലാവരോടും പറയുന്നത് തന്നെ നിങ്ങളോടും പറയുന്നത്. അവരോടൊന്ന് ക്ഷമിക്കുക. ഓർക്കണം, ഈ സെമിനാരിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ആരും പെർഫെക്റ്റ് അല്ല. ഈ മെത്രാന്മാരും പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുന്നവരും ആരും പെർഫെക്റ്റ് അല്ല. മാപ്പാപ്പ പറഞ്ഞവർ ആരുണ്ട് പെർഫെക്റ്റ്? കൈ ഉയർത്താൻ പരിപൂർണർ ആരുണ്ട്? ആരുമില്ല. ഞാനും സെമിനാരി പരിശീലനം കൊടുത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ SFS സെമിനാരിയിലായിരുന്നു. എനിക്കറിയാം, നല്ല ദൈവവിളിയുള്ളവരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ വിട്ടു. അവർക്കേറെ വേദനയുണ്ട്. അതുപോലെ പല സെമിനാറുകളിൽ എനിക്ക് നല്ല ദൈവം വിളിച്ച് വേർതിരിച്ച യോഗ്യരായവരെ ഒരു ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ജീവിക്കാൻ മേലാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ഇനി എന്തുമാകട്ടെ, നിങ്ങൾ അവരോട് ക്ഷമിക്കൂ. അവർ ചെയ്തത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അത് ക്ഷമിക്കുക എന്നാണ് ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുകൊണ്ട് സഭയോടുള്ള പിണക്കം, അല്ലെ ആ സമൂഹത്തോടുള്ള പിണക്കം, മെത്രാന്മാരുടെ പിണക്കം, അച്ഛന്മാരുടെ പിണക്കം അങ്ങ് മാറ്റും. ഹല്ലേലൂയ. അച്ഛന്മാരായിരിക്കുന്നവർക്ക് തന്നെ, മഠത്തിലുള്ളവർക്ക് തന്നെ എന്ത് പിണക്കമുണ്ടെന്ന് അറിയുക പരസ്പരം. പിന്നെയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ചിലരൊക്കെ, വളരെ ചുരുക്കം പേര്, നിരീശ്വരവാദികളെ പോലെ കുമ്പസാരവുമില്ല, കൂരാശയമില്ലാതെ ജീവിക്കുന്നു. ഞാൻ അടുത്തൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ കണ്ടത് അതാണ്. 4 മക്കളുമുണ്ട്. 4 മക്കൾക്കും മമോദിസ സ്നാനവും കൊടുത്തിട്ടില്ല. ആ പുള്ളിക്കാരനാണെങ്കിൽ കുടിയും, ഭാര്യക്കിട്ട് തല്ലും, എപ്പോഴും കുറ്റപ്പെടുത്തലും എല്ലാമാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ ധ്യാനം കൂടാൻ പറഞ്ഞു, ചൂട് ഉപദേശിച്ച് കേൾക്കുന്നില്ല. അതാകരുത്. പൗരോഹിത്യം ഉപേക്ഷിച്ചവരോ, അഥവാ കന്യാസി മഠം വിട്ടവരോ, സെമിനാരി ചാടിയവരോ ആരും ആവട്ടെ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ കൂടുതൽ ദൈവത്തെ തീഷ്ണതയോടെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ നിങ്ങളുടെ മക്കളും പറയണം, അപ്പച്ചൻ സെമിനാരിയിലായിരുന്നു, അവിടുന്ന് കിട്ടിയ ആ പാഠവത്തിന്റെ ഫലമായിട്ട് അവിടെ വെച്ച് കിട്ടിയ ആ പ്രാർത്ഥന രൂപി ഞങ്ങൾക്കും കിട്ടിയെന്ന് പറയാൻ ഇടവരുത്തണം. അങ്ങനെയുള്ള പല കുടുംബങ്ങളെയും കാണാനും എനിക്ക് ഇടവന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. പേരുകളൊക്കെ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയാം. ഒരു സെമിനാരിക്കാരനോട് പറഞ്ഞാണ്, എന്റെ അപ്പച്ചൻ അച്ഛനാകാൻ പോയതാണ്, പക്ഷെ തിരിച്ചു പോയിരുന്നു. കാരണം അച്ഛനായി തീരുന്നതിന്റെ ഡീക്കൻ പട്ടം കിട്ടുന്നതിന് മുമ്പ് ഒരു കന്യാസിയായിട്ട് അടുത്തു കല്യാണം കഴിച്ചു. ആളുകളും കുടുംബക്കാരും എല്ലാം ഒറ്റപ്പെടുത്തിയെങ്കിലും അവർ സ്നേഹത്തിൽ ഉറച്ചു നിന്നു. ഞാൻ ഇപ്പൊ സെമിനാരിലാണ്, ഉടനെ അച്ഛനാകും, എന്റെ പെങ്ങളും കന്യാസിയാകും. കാരണം എന്നും വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, അവർ തമ്മിലുള്ള ആ സ്നേഹം. അപ്പൊ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ടാവും, സെമിനാരി വിട്ടത് നന്നായി പോയി. ഹല്ലേലൂയ. മക്കൾ ചിന്തിക്കുന്നതാണ്. അതേസമയം നേരെ തിരിച്ച് ചിന്തിക്കുന്ന മക്കളുമുണ്ട്. ഈ അപ്പൻ സെമിനാരി പോയിട്ടാണല്ലോ, അല്ലെങ്കിൽ അമ്മ മഠത്തിൽ പോയിട്ടാണല്ലോ ഈ കുടുംബം നരകമായിരിക്കുന്നത് എന്ന്. അത് മക്കളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത് നിങ്ങൾ. ഹല്ലേലൂയ. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കുറ്റബോധം മാറ്റൂ. നമുക്കറിയാം, നമ്മുടെ കർത്താവ് പാപങ്ങൾ പൊറുക്കുന്നവനും പാപങ്ങൾ മറക്കുന്നവനും ആകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പഴയ കാര്യം, ഞാൻ അച്ഛനായില്ലല്ലോ, എന്റെ പൗരോഹിത്യം ഉപേക്ഷിച്ചല്ലോ, അല്ലെ എന്റെ മഠം ഉപേക്ഷിച്ചല്ലോ, അങ്ങനെ ചിന്തയുള്ള ആ ഭാരം ഈശോയുടെ കൊടുത്ത് അതിൽ നിന്ന് മോചനം പ്രാപിച്ച് ശാന്തതയുള്ള, സമാധാനമുള്ള, ദൈവകൃപയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീരുക. പ്രിയപ്പെട്ടവരെ, ഇത് പ്രത്യേകമായിട്ട് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയുള്ള വൈദികരോടും സെമിനാരിക്കാരോടും അല്ലെങ്കിൽ മഠത്തിൽ നിന്ന് പോയവരോടൊക്കെയാണ്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. സഭയുടെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞാൽ സഭാധികാരികളുടെ ഭാഗത്തുനിന്ന് ബിഷപ്പ്മാരുടെയോ നിങ്ങൾക്ക് പരിശീലനം തന്ന റെക്ടറുടെയോ പ്രൊഫസർമാരുടെയോ ഇടപെടലിലൂടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മുറിയോ വേദനയോ ഉണ്ടായെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്ത് നിങ്ങളുടെ മാപ്പ് ചോദിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് കാലുപിടിച്ച് ക്ഷമ ചോദിക്കാൻ സന്നദ്ധനാണ്. ക്ഷമിക്കൂ. അതെ, നമ്മൾ സ്നേഹത്തിലായിരിക്കണം. ദൈവം സ്നേഹമാകണം. ഒരിക്കലും കഥ നിങ്ങളെ വെറുക്കുന്നില്ല. ഇനി ഇവിടെ ഒരു ചെറിയ ഉപദേശം. നിങ്ങൾ വൈദികരാണ്, കല്യാണം കഴിച്ചതാണെങ്കിൽ ഈ പിണക്കം വെച്ചുകൊണ്ട് ഒരു പക്ഷെങ്കിൽ റോമിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ഡിസ്പെൻസേഷൻ വിടുതൽ വാങ്ങിച്ചിട്ടില്ലായിരിക്കും. വാങ്ങണം. അതെ, ഞങ്ങളുടെ സഭയിൽ തന്നെ ഒരു വ്യക്തി അപ്രകാരം പോയി
പ്രൊവിൻഷ്യാലച്ചൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും പുള്ളി സമ്മതിച്ചില്ല. അവസാനം വരെ ഡിസ്പെൻസേഷൻ മേടിക്കാതെയും വിവാഹം കഴിക്കാതെയും കഴിഞ്ഞു. ഒരു കുട്ടിയുമുണ്ടായി. അവസാനം ദാരുണമായ മരണമായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. ഒരു ചുടുകാട്ടിൽ. കാരണം അടക്കിയത് പുള്ളിക്കാരൻ മരിച്ചപ്പോൾ വികാരിച്ചൻ പറഞ്ഞു കൂരാശകളൊന്നും ഇല്ലാത്തത് പള്ളി അടക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പെന്തുക്കുസ്തുകാരുടെ ഒരു സ്ഥലത്ത് കൊണ്ട് അടക്കേണ്ടതായിട്ട് വന്നു. അടക്കിയത് കൊണ്ട് മോശമായെന്നല്ല ഞാൻ പറയുന്നത്. അതിനൊക്കെ ഇടവരുത്തിലും ആ മകൾക്കാണെങ്കിൽ എന്തായാലും ദുഃഖം കാണും. വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ അവർക്കും ദുഃഖം ഉണ്ടാകില്ലേ. എന്റെ അപ്പനെ ചമ്മാടിക്കൂടി അടക്കി എന്ന് പറയുന്നത് പോലെ അപ്രകാരം സംഭവിച്ചതിന്റെ പേരിൽ സഭയോട് വണക്കമുള്ളവരെ നമുക്കറിയാൻ കേട്ടിട്ടുണ്ടല്ലോ. അതൊന്നും സംഭവിക്കാതിരിക്കുവാനായിട്ട് ഇടയാകട്ടെ. നിങ്ങളുടെ വിവാഹം നേരെയാക്കാൻ പറ്റും. റൂമിൽ ആപ്ലിക്കേഷൻ കൊടുക്കും. അല്പം സമയമെടുക്കും, കാത്തിരിക്കണം. എന്നിട്ട് പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചു. എനിക്കറിയാം, എന്റെ തന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാള് പുരോഹിതനായിരുന്നു, വിട്ടുപോയി ഒരു കന്യാസ്ത്രീ കല്യാണം കഴിച്ചു. സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു. അവർ റൂമിൽ അപ്ലൈ ചെയ്തു. അവർക്ക് ഡിസ്പെൻസേഷൻ അഥവാ വിടുതൽ കിട്ടി. അവർ പള്ളിയിൽ വെച്ച് മനോഹരമായിട്ട് വിവാഹം ആസ്വദിച്ചു. പ്രിയമുള്ള അങ്ങനെയൊക്കെ തെറ്റുകളെ തിരുത്തിക്കൊണ്ടു പോകുന്നതാണ് ഏറ്റവും മഹനീയം. ഞാൻ നിങ്ങളോട് പറയും, ഞാൻ വൈദികനാണ്, വൈദികരുമായിട്ട് ഇടപെടുന്നു, കന്യാസ്ത്രീകളുമായിട്ട് ഇടപെടുന്നു. ഒരു ഡബിൾ ലൈഫ് ജീവിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ജീവിതമാണ് കർത്താവിന് പ്രസാദകരം. നമുക്കറിയാം, വൈദികനാണെന്ന് പറഞ്ഞുകൊണ്ട് വൈദികനല്ലാതെ ജീവിക്കുന്നവർ, അതുപോലെ കന്യാസി വേഷം ധരിച്ചുകൊണ്ട് കന്യാസികളല്ലാതെ കഴിയുന്നവരെ നമ്മൾ ചുരുക്കമാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലൊന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ ഉണ്ട്, എവിടെയും വീഴ്ചയുണ്ടല്ലോ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വീഴ്ചയുള്ളവരുണ്ട്. അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് നമുക്കറിയാം ഇന്ന് ഒത്തിരി വീഡിയോകളൊക്കെ ഇറക്കാറുണ്ട്. അച്ഛന്മാരെല്ലാം വ്യഭിചാരികളാണ്, കന്യാസിയുമായിട്ട് വ്യഭിചരിക്കുന്നു, ഓർഫനേജിലെ പിള്ളേരെല്ലാം കന്യാസികൾ പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എന്തെല്ലാം അസഭ്യങ്ങളായി നമ്മുടെ സമൂഹത്തിൽ, അതും ക്രിസ്ത്യാനിക തന്നെ പറഞ്ഞു പരത്തുന്നത്. ഹല്ലേലൂയ. അതോർക്കുമ്പോൾ ഒത്തിരി വേദനയുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് ദുർമാതൃക ഉടപ്പ് കൊടുത്തുള്ള സിസ്റ്റേഴ്സോ വൈദികരോ ഉണ്ടായിരിക്കാം. അവരുടെ നാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവരെക്കാൾ ഭേദമാണ് നിങ്ങൾ, അവരെക്കാൾ കർത്താൻ ഇഷ്ടമാണ് നിങ്ങൾ. ഹൃദയ പരമാർത്ഥതയിൽ ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു, സെമിനാരി വിട്ടു, അല്ലെങ്കിൽ പൗരോഹിത്യം വിട്ടു, മഠം വിട്ടു. ഈശോ നിന്റെ ഹൃദയ പരമാർത്ഥതയാണ് കാണുന്നത്, മനസ്സാക്ഷിയാണ് കർത്താവ് കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ നല്ല മനസ്സാക്ഷിക്കനുസരിച്ച് ജീവിക്കുക. ഇത് എല്ലാവർക്കുമുള്ള ഒരു ഉപദേശമാണ്. എനിക്ക് ഒത്തിരി പേരെ അറിയാവുന്നത് കൊണ്ടും ആണ്. നിങ്ങൾക്ക് ആ പരിശീലന കാലത്തും വൈദിക ജീവിതകാലത്തും കന്യാസി ജീവിതകാലത്തും കിട്ടിയത് മുതൽക്കൂട്ടാക്കിക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ഇടയാകണം. കർത്താവ് യേശു തടവറയിലെ തടവറക്കാരനോട് ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങിയതിനോട് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇത് വലിയ സത്യം ആണ്. കുടുംബ പ്രാർത്ഥനയുണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക്. അന്ന് തിയോളജി പഠിച്ചപ്പോഴോ ദൈവശാസ്ത്രം പഠിച്ചപ്പോഴോ ഒക്കെ കിട്ടിയ ആ അറിവുകളൊക്കെ ഉപയോഗിക്കൂ, മക്കൾക്ക് പകർന്നു കൊടുക്കൂ, സമൂഹത്തിനും പകർന്നു കൊടുക്കൂ. പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലീഡറായിക്കൊണ്ടോ ഇടവകയിലെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ട് സൊറാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മിഷൻ ലീഗ് ഉണ്ട്, അല്ലെങ്കിൽ വിൻസെന്റ് ഇപ്പോൾ, ഇങ്ങനത്തെ പല സംഘടനകളൊക്കെ ഉണ്ട്. കയറി പ്രവർത്തിക്കൂ. അങ്ങനെയുള്ള ധാരാളം പേരെ എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ചില പുണ്യവാന്മാരുടെ കൊച്ചുവശിയാട് അപ്പനും അമ്മയും സെമിനാരിൽ പോയിരുന്നു, മഠത്തിൽ പോയതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് പാതിരെ പിയോടെ അപ്പനും സെമിനാരിൽ പഠിച്ചതായിരുന്നു എന്ന്. പ്രിയമുള്ളവർ, അങ്ങനെയൊക്കെ ഉണ്ടായവരുടെ മക്കൾ വിശുദ്ധരായി തീർന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം കഴിക്കുവാനുള്ള എന്റെ സ്നേഹപൂർവമായ ഉപദേശം ആണ്. കാരണം ഞാൻ ഒരച്ഛനാണ്, വഴികളെ എനിക്കറിയാം, ഒത്തിരി സെമിനാരിക്കറിയാം. അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആധ്യാത്മിക മക്കളാണ്. ചിലർക്ക് സഭ വിട്ടുപോയിട്ടുണ്ട്, പൗരോഹിത്യം വേണ്ടാന്ന് വെച്ചവരുണ്ട്. ഇതൊക്കെ എല്ലാവരും അറിയാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകൾ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കണമേ. എന്നിട്ട് ധാരാളമായിട്ട് യേശുവിനെയും സ്നേഹിച്ച് സഭയെയും സ്നേഹിച്ച് വിശുദ്ധ ജീവിതം കഴിച്ചവരായിരിക്കട്ടെ. അതുപോലെ അപ്രകാരമുള്ളവരെ, എന്റെ പ്രിയ ജനമേ, ധിക്കാരികളായിട്ടോ മടഞ്ചാടികളായിട്ടോ അല്ലെങ്കിൽ സെമിനാരി ചാടിയവരായിട്ടോ വേറെ കണ്ണുകൊണ്ട് കാണാൻ ഇടവരരുത്. ഹല്ലേലൂയ. അതായത് അവർ രണ്ടാം കിടക്കാരായി കാണാൻ ഇടവരരുത്. ഒരു പക്ഷേ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ് അവർ, നിങ്ങളെക്കാൾ ദൈവകൃപയുള്ളവരാണ് അവർ.
അപ്പൊ അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അത് നമ്മുടെ സമൂഹത്തിൽ ഒന്നുചേർന്ന് അവരെ കുറ്റപ്പെടുത്താതെയും അവരെപ്പറ്റി അതും പറയാതെയും അത് ആ സ്നേഹത്തിൽ ആകാൻ ശ്രമിക്കുക. ഈശോ പഠിപ്പിച്ച വലിയ കൽപ്പനയല്ലേ സ്നേഹിക്കുവാനായിട്ട്. നമ്മൾ ആരെയും നമ്മുടെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തരുത്. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. കാരണം നമ്മുടെ കർത്താവേ, എത്ര പേരാണ് എന്നെ ശ്രമിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഷെൽ മഠത്തിന്ന് പോയ കന്യാസികളോ പൗരോഹിത്യം ഉപേക്ഷിച്ചവരോ അല്ലെങ്കിൽ സെമിനാരിയിൽ നിന്ന് പോയവരോ ഒക്കെ കേട്ട് കാണും. ഞാൻ അവരെ പ്രത്യേകമായിട്ട് മുമ്പിൽ കൊണ്ടുവരുന്നു. ഒരു സമൂഹത്തിൽ നിന്നുണ്ടായ ഒറ്റപ്പെടുത്തലിന്റെ വേദന അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരുന്ന സ്ഥലത്തുള്ള ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കം തീർക്കുവാനായി ഇപ്പോൾ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. അവരോട് ക്ഷമിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അരൂപിയെ കൊടുക്കണമേ. ഈ വചനം കേട്ട് ആരെങ്കിലും കൗരാശ്യ ജീവിതമില്ലാതെ സഭയുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഈ നിമിഷം ഒരു മാനസാന്തരം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ പേരിൽ ഒരുപക്ഷെങ്കിൽ മദ്യപാനമായിരിക്കാം, ചൂടുകളിയായിരിക്കാം, ഒരുപക്ഷെ പടത്തിന് പിന്നാലെയുള്ള പരക്കം പാച്ചിലും കളിപ്പീര് പ്രസ്ഥാനങ്ങളുമായിരിക്കാം, ഒരുപക്ഷെങ്കിൽ ഉറക്കം വരാനെന്ന് പറഞ്ഞ ഉറക്കകൂടി എടുക്കലായിരിക്കാം, അതിന്റെ ഫലമായിട്ട് ശാരീരികമായ രോഗവും ബാധിച്ചിട്ടുണ്ടായിരിക്കാം. അവരെയൊക്കെ വിമോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അങ്ങിൽ നിന്ന് അകന്നതിന്റെ ഫലമായിട്ടുള്ള ഏതെങ്കിലും ഒരു നൺ എക്സ് പ്രീസ്റ്റ്, എക്സ് സെമിനേരിസ്റ്റ് ഉണ്ടെങ്കിൽ നാഥ യഥാർത്ഥ ഒരു മനഃശാന്തരം കൊടുത്ത് അങ്ങയുടെ പക്കലേക്ക് വീഴുവാൻ ഇടയാക്കണമേ എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ അവിടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ. കാര്യമുള്ള കർത്താവേ, എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. കാര്യമുള്ള കർത്താവേ, ഇവർ പ്രത്യേകം രക്ഷ പ്രാപിച്ച് അങ്ങനെ പ്രത്യേക മക്കളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ കൃപ കൊടുക്കണമേ, അനുഗ്രഹം കൊടുക്കണമേ. നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിൽ അർപ്പിക്കുന്നു. മാനസാന്തരത്തിന്റെയും ക്ഷമയുടെയും സൗഖ്യത്തിന്റെയും വലിയ ദൈവാനുഗ്രഹത്തിന്റെയും അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും നിങ്ങളുടെ മക്കളുടെ മേലും ഉണ്ടാവട്ടെ. അങ്ങനെ നിങ്ങൾ ഒരു വൈദികരെക്കാൾ കന്യാസികളെക്കാൾ സമൂഹത്തിന്റെ മുതൽക്കൂട്ടായി തീരട്ടെ. നന്മയുടെ മുതൽക്കൂട്ട്, നന്മയുടെ സമ്പത്തിന്റെ മുതൽക്കൂട്ടുള്ളവരായി തീരട്ടെ. അത് ആ സമ്പത്ത് മറ്റുള്ളവർക്ക് ഭംഗിയായി കൊടുക്കുന്ന സാക്ഷികളായിട്ട് മാറട്ടെ. നിങ്ങളെ ഞാൻ ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട്, വൈദിക മേലധ്യക്ഷന്മാരോട് ചേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന റക്ടർമാരോടും അവരുടെ കൂടെയുള്ള പ്രൊഫസർമാരോടും ഒരു വിഷയത്തിൽ നൊവിഷ്യേറ്റ് നൽകിയവരോടും ചേർന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.